യേശുക്രിസ്തുവിന്റെ കുരിശുമരണം ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള സംഭവങ്ങളിൽ ഒന്നാണ്. 2000 വർഷത്തോളം വിശ്വാസികൾ ഈ സംഭവത്തെ അനുസ്മരിച്ചു വരുമ്പോൾ അതിന്റെ ശാസ്ത്രീയ പ്രാമാണികതയെ സംബന്ധിച്ച ചർച്ചകളും തർക്കങ്ങളും തുടർന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞയിടയിൽ നടത്തിയ പുതിയ ശാസ്ത്രീയ പരിശോധനകളിൽ നിന്നും യേശുവിന്റെ കുരിശുമരണം സംഭവിച്ചതിന്റെ സൂക്ഷ്മതകൾ തെളിയിക്കുന്നതുമാണെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു. ഈ സംഭവം യാഥാർത്ഥ്യമാണെന്നും യേശുവിന്റെ കുരിശുമരണം സംഭവിച്ചതിന്റെ സൂക്ഷ്മതകൾ തെളിയിക്കുന്നതാണെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. ക്രിമിനൽ പത്തോളജിയിലെ വിദഗ്ധരുടെ തുടർച്ചയായ ടീമുകൾ ഒരുമിച്ച് ചേർത്ത ഈ വിശദാംശങ്ങൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൊലപാതക തെളിവായ ടൂറിൻ അവതരണത്തിൽ പകർത്തിയിട്ടുണ്ട്. ശാസ്ത്രലോകം കണ്ടെത്തിയ തെളിവുകളിൽ നിന്ന് യേശുവിനെ കയറ്റിയ കുരിശിൽ കണ്ടെത്തിയ രക്തപ്പാടുകളും ശാരീരിക മുറിവുകളും യേശുവിന്റെ കുരിശുമരണത്തിന്റെ തെളിവുകളാണ്. യേശുവിനെ കെട്ടിയിട്ട് കുരിശിൽ കണ്ടെത്തിയ രക്തം യഥാർത്ഥ മനുഷ്യരക്തമാണെന്നും അതിലെ രാസഘടനകളിൽ പീഡനം അനുഭവിച്ച ഒരു വ്യക്തിയുടെ അടയാളങ്ങൾ ഉണ്ടെന്നും പുതിയ ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നു. AD 33 ജെറുസലേമിൽ നടന്ന ഒരു പൊതുവധശിക്ഷയിൽ ക്രൂശിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ മരണം വേദനാജനകമായിരിക്കണം. ശവകലത്തിൽ കണ്ടെത്തിയ രക്തപ്പാടുകൾ യഥാർത്ഥത്തിൽ കുരിശുമരണത്തിനിടയിൽ സംഭവിക്കാവുന്ന രക്തസ്രാവത്തിന്റെ ആകൃതിയോട് ചേർന്നതാണെന്ന് ഗവേഷകർ കണ്ടെത്തി. യേശുവിനെ കെട്ടിയിരുന്ന കുരിശിൽ കാണുന്ന മുറിവുകൾ തികച്ചും യഥാർത്ഥമാണ്. കൈകളിലും കാലുകളിലും തറച്ച ആണികൾ, ചമ്മട്ടയടി, പിന്നിൽ അടിയേറ്റ പാടുകൾ എന്നിവയൊക്കെയും വ്യക്തമാണ്. കുരിശിൽ തറച്ചതിലൂടെയുള്ള രക്തസ്രാവം ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ രക്തം കട്ടിയാവുകയും ശരീരത്തിൽ നിന്ന് ആവശ്യമേറിയ ദ്രാവകങ്ങൾ പുറത്താവുകയും ചെയ്തിരുന്നതായി കണ്ടെത്തി. അടി കിട്ടിയതും ആണിയിൽ തറച്ചതുമല്ല പക്ഷേ മരണകാരണം എന്നാണ് കണ്ടെത്തൽ. ശ്വാസം മുട്ടിയാണ് യേശു മരിച്ചിരിക്കുന്നത്. മരണശേഷം യേശുവിന്റെ ശരീരം ഒരു തുണിയിൽ പൊതിഞ്ഞാണ് ഇറക്കിയത്. ഈ തുണിയിൽ ക്രിസ്തുവിന്റെ മരണം ആവരണം ചെയ്തു എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കപ്പെടുന്നത്. 1354 ജെഫ്രോയ് ഡി ചാർണി എന്ന ഫ്രഞ്ച് നൈറ്റ് പള്ളിക്ക് നൽകിയത് മരണ ആവരണം എന്ന് അവകാശപ്പെടുന്ന ഒരു തുണിയാണെന്ന് ആദ്യകാല കൃത്യമായ ചരിത്രരേഖകൾ കാണിക്കുന്നു. 88 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഇത് സത്യമാണോ എന്ന് കണ്ടെത്തുന്നതിനായി കാർബൺ ഡേറ്റിംഗ് നടത്തിയിരുന്നു. അവരുടെ പഠനങ്ങൾ 1290 1360 വർഷങ്ങൾക്കിടയിലാണ് എന്ന് രേഖപ്പെടുത്തി. അതിനാൽ കുരിശ് ഒരു മധ്യകാലഘട്ട കൃത്രിമ വസ്തുവാണെന്ന് പ്രഖ്യാപിക്കുകയും യഥാർത്ഥ യേശുവിന്റെ ശവവസ്ത്രമല്ലെന്ന് വിധിക്കുകയും ചെയ്തു. എന്നാൽ 2022 കൂടുതൽ പരിശോധനകൾ നടത്തി ഇവ മുമ്പത്തെ ഫലങ്ങളെ അസാധുവാക്കി. കഫൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ വൃത്താകൃതിയിലുള്ള ഷീറ്റാണെന്ന് സാധ്യതയെ പുനരുജ്ജീവിപ്പിച്ചു. യേശുവിന്റെ ശവകുടീരം എങ്ങനെയാണെന്നും കഫൻ ഒരു വ്യാജമല്ല എന്നതിന് നിഷേധിക്കാനാവാത്ത ഒന്നിലധികം തെളിവുകളുണ്ടെന്നും ഓസ്ട്രേലിയൻ ഗവേഷകനായ വില്യം വെസ്റ്റ് തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 1898 സെക്കാൻഡോപിയ ശവക്കലത്തിന്റെ ആദ്യത്തെ ഫോട്ടോ എടുത്തപ്പോൾ അതിശയകരമായ തെളിവുകൾ ലഭിച്ചു. 3 ഡിമെൻഷണൽ ഇമേജ് ശവകലത്തിൽ കണ്ടെത്തിയപ്പോൾ അതിശയകരമായ പഠനങ്ങൾ പുറത്തുവന്നു. പ്രകാശസ്ഫോടനം മൂലം ചിത്രം രൂപപ്പെട്ടതാകാമെന്ന് പുതിയ ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു. ഫോട്ടോഗ്രാഫിയുടെ ആധുനിക സാങ്കേതിക വിദ്യകൾ വന്നതിന് ശേഷമാണ് ശവകലത്തിലെ ചിത്രം ഒരു നെഗറ്റീവ് ഇമേജ് ആണെന്ന് മനസ്സിലായത്.